കാന്താര കേരളത്തിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ല ഋഷഭ് ഷെട്ടി ആരാണെന്ന് എനിക്ക് അറിയില്ല. ഐ എം സോറി ദാറ്റ് ആൾ കുറേ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണെങ്കിൽ പോലും. പക്ഷേ ആ സിനിമ ഒന്നും അറിയാതെ പോയി കണ്ട ഒരാളെന്ന നിലയിൽ ഫസ്റ്റ് ഡേയിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. മലയാളത്തിൽ നമ്മൾ നോക്കുമ്പം അതിനുശേഷം വന്ന ഗോളം എന്ന് പറഞ്ഞ സിനിമ അധികം ആർട്ടിസ്റ്റുകളൊന്നുമില്ല, പക്ഷേ ആ സിനിമയും അത്യാവശ്യം തിയേറ്ററിലോടി. ഞാൻ തെലുങ്കിലൊരു സിനിമ ആക്ട് ചെയ്യാൻ പോയ സമയത്ത് അവിടെ എൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന ആളുകൾ പലരും ഡയറക്ടേഴ്സും ആക്ടേഴ്സുമായിട്ടുള്ള ആളുകൾ പറഞ്ഞത് അവരൊക്കെ മലയാള സിനിമയെ നോക്കിക്കാണുന്നത് വേറൊരു പെർസ്പെക്റ്റീവിലാണ്. ഇപ്പം വേറൊരു പടത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് മാർക്കോയുടെ കണ്ടന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് റിയലി റിയലിസ്റ്റിക്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു കണ്ടന്റ് അല്ല. ഇറ്റ്സ് നോട്ട് സാധാരണ നോൺ മലയാളീസ്. ഇപ്പം ഞാൻ തന്നെ മദ്രാസിലാണ് ഉള്ളത്. അപ്പോൾ ഒരു തമിഴരുടെ പേഴ്സ്പെക്റ്റീവ് ഓഫ് മലയാളം സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ഇൻ്റലക്ച്വൽ കണ്ടന്റാണ്. മലയാള സിനിമ എനിക്ക് തോന്നുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ മലയാള സിനിമകൾ ഇറങ്ങുന്നതൊക്കെ ആളുകൾ കാണുകയാണെങ്കിൽ, തിയേറ്ററിൽ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഓഫ് റോഡ് എന്ന സിനിമയിലെ പ്രധാന താരങ്ങൾ അജിത് കോശി ആൻഡ് ടോം സ്കോട്ട് എന്നിവരാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഓഫ് റോഡ് എന്നുള്ളത് ഓഫ് റോഡ് ട്രാവൽ അല്ലെങ്കിൽ ഓഫ് റോഡ് ടൂറിസം അല്ലെങ്കിൽ ഓഫ് റോഡ് അഡ്വഞ്ചർ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സിനിമയാണോ, അതോ അതിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു ഓൺ റോഡ് ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിനും നമ്മുടെ നടപ്പ് രീതികൾക്കൊക്കെ ഒരു ഓൺ റോഡ് ഉണ്ടല്ലോ, അതല്ലാതെ മെറ്റമോർഫിക്കലി അല്ലെങ്കിൽ ഓഫ് റോഡ് ആവുന്നു അങ്ങനത്തെ അർത്ഥമാണോ ഉള്ളത്? ആക്ച്വലി ഇതൊരു ഓഫ് റോഡ് എന്ന് പറയുന്നത് ഒരു സൗഹൃദത്തിൻ്റെ കഥ പറയുന്നൊരു സിനിമയാണ്. ഓക്കെ. അതിൽ ആ സൗഹൃദങ്ങളിൽ ഒരാൾക്കുണ്ടാകുന്നൊരു പ്രശ്നം, അതിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ബാക്കിയുള്ള സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന ഒരു യാത്രയാണ്. ആ യാത്രയെന്ന് പറയുന്നത് നമുക്കൊരു ലീഗലി നയാമികമായ ഒരു യാത്രയുണ്ട്. അതിൽ നിന്ന് വിട്ടിട്ട് അവരുടേതായ ഒരു യാത്ര നടത്തി ആ കേസ് തെളിയിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നു, അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കുന്നു. ഓഫ് റോഡ് എന്നുള്ള വേർഡിന് അങ്ങനെ വേർഡ് മീനിങ് അങ്ങനെ ഇല്ല, അതിൽ തന്നെയുള്ള അർത്ഥമില്ല, അതിൽ തന്നെയുള്ള അർത്ഥമില്ല. പക്ഷെ എന്നാൽ നമുക്ക് ആ സിനിമയിൽ അങ്ങനത്തെ കുറേ സീക്വൻസസ് ഉണ്ട് താനും. ഓഫ് റോഡിലെ യാത്രകളും അങ്ങനത്തെ കുറേ ഉണ്ട്. വാഹനങ്ങളാണേലും അതല്ലാതെയൊക്കെയുള്ള യാത്രകൾ അതിനകത്തുണ്ട്. അതൊരു സിംബോളിക്കലി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ളൊരു, ലിറ്ററലി അല്ല, സിംബോളിക്കലി അല്ലേ? അതെ. ഓഫ് റോഡ് എന്ന പേര് ആക്ച്വലി സിംബോളിക്കലി ആണ് അതവിടെ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. ഈ പാനന്തിയിലെ എല്ലാ ഭാഷയിലും പോലീസ് ഓഫീസർ ആയല്ലോ, ഓഫ് റോഡിലും പോലീസ് ഓഫീസർ ഭാഗ്യത്തിനായില്ല. അപ്പം തോമച്ചനായിരുന്നു ആക്ച്വലി ഈ റോളിനെ പറ്റി എന്നോട് പറഞ്ഞത്. അതിനകത്ത് ഞാൻ ആദ്യം ചോദിച്ചത് പോലീസുകാരനല്ലല്ലോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. തോമച്ചൻ്റെ ഫാദറായിട്ടാണ് ഞാൻ ഈ റോൾ ചെയ്യുന്നത്. ചെറിയ റോളാണ്, ചെറിയ കോൺട്രിബ്യൂഷനേ ഉള്ളൂ. ഷാജി ചേട്ടൻ ഈ റോളിനെ പറ്റി എനിക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. ചെറിയ റോളാണെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ റോളാണ്, പാർട്ടിസിപ്പേഷൻ അല്ല എന്നുള്ള കാര്യം പുള്ളി ഉറപ്പ് തന്നു. അപ്പോൾ എല്ലാവരും കാണണം, കണ്ടിട്ട് പറയണം. ഞാൻ ഫാദറായിട്ട് അധികം റോൾസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. സോ മേ ബി എനിക്കറിയത്തില്ല, ക്യാപ്റ്റനാണ് പറയേണ്ടത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും. ഒരു താരങ്ങൾ അധികം ഇല്ലാത്ത സിനിമ അത് ഏത് വിധത്തിൽ സ്വീകരിക്കപ്പെടും? കണ്ടന്റാണ് കിങ് എന്നൊക്കെ പറയുമ്പോഴും എല്ലാ കണ്ടന്റും സ്വീകരിക്കപ്പെടുന്നിടത്തൊക്കെ ഒരു വിധപ്പെട്ട താരസാന്നിധ്യമൊക്കെ ഉണ്ട്. വളരെ വൺ ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ 2024 എടുക്കുകയാണെങ്കിൽ താരങ്ങൾ കുറവുള്ളത് കൊണ്ട് മാത്രമാണ് ആട്ടം എന്നുള്ള സിനിമ ഒരു വലിയ വിജയമാവാതെ പോയത്. അതൊരു വിജയമായിരുന്നു, പക്ഷേ ഒരു അതിഗംഭീര സാമ്പത്തിക വിജയം ആയിരുന്നില്ല. ഭയങ്ങളുണ്ടോ അങ്ങനെ? മലയാളത്തിൽ നമ്മൾ നോക്കുമ്പം അതിനുശേഷം വന്ന ഗോളം എന്ന് പറഞ്ഞ സിനിമ അധികം ആർട്ടിസ്റ്റുകളൊന്നുമില്ല, പക്ഷേ ആ സിനിമയും അത്യാവശ്യം തിയേറ്ററിലോടി. വിശേഷം എന്ന് പറഞ്ഞ സിനിമ, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നൊരു സിനിമകളാണ്. ഡെഫിനറ്റ്ലി നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ നോക്കിയാൽ കാന്താര കേരളത്തിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ല ഋഷഭ് ഷെട്ടി ആരാണെന്ന് എനിക്ക് അറിയില്ല. ഐ എം സോറി ദാറ്റ് ആൾ കുറേ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണെങ്കിൽ പോലും. പക്ഷേ ആ സിനിമ ഒന്നും അറിയാതെ പോയി കണ്ട ഒരാളെന്ന നിലയിൽ ഫസ്റ്റ് ഡേയിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ ആകെ കുറേ ഫയറിൻ്റെ സൈൻ മാത്രമാണ് കാന്താര എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത്. വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ആ സിനിമയ്ക്ക്. അപ്പോൾ അതിൽ ആർട്ടിസ്റ്റിനെ കണ്ടിട്ടല്ല ഞാൻ ആ സിനിമ കാണാൻ പോയത്. അപ്പോൾ ഡെഫിനറ്റ്ലി മറ്റ് ഭാഷകളിൽ നിന്ന്, അന്യഭാഷകളിൽ നിന്ന് ഇവിടെ വരുന്ന പല സിനിമകളും നമ്മൾ മലയാളികൾ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്, താരങ്ങൾ ആരാണെന്ന് പോലും അറിയാതെ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് മലയാള സിനിമയോടും നമ്മുടെ മലയാളത്തിലുള്ള പ്രേക്ഷകർക്കുണ്ടായാൽ ഒരുപാട് മലയാള സിനിമകൾ നല്ലത് ഇവിടെയും ഉണ്ടാവും. കാരണം ഞാൻ തെലുങ്കിലൊരു സിനിമ ആക്ട് ചെയ്യാൻ പോയ സമയത്ത് അവിടെ എൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന ആളുകൾ പലരും ഡയറക്ടേഴ്സും
ആക്ടേഴ്സുമായിട്ടുള്ള ആളുകൾ പറഞ്ഞത് അവരൊക്കെ മലയാള സിനിമയെ നോക്കിക്കാണുന്നത് വേറൊരു പെർസ്പെക്റ്റീവിലാണ്. നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന, വായിക്കപ്പെടാതെ പോകുന്ന കുറേ മാനങ്ങൾ അവർ മലയാള സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ട്. അന്ന് ആ സമയത്താണ് ജയ ജയ ഹേ റിലീസ് ചെയ്യുന്നത്. വളരെ ചെറിയ ബജറ്റിൽ ഇറങ്ങിയൊരു സിനിമ എങ്ങനെയാണ് അത്രയും വലിയൊരു വിജയമാകുന്നു എന്നുള്ളതാണ് അവരുടെ സംശയം. അവർ ആശ്ചര്യപ്പെടുകയാണ്. ഇവിടെ കോടികൾ മുടക്കിയിട്ട് സിനിമകൾ ചെയ്തിട്ട് ഇത്രയും ആളുകൾ സ്വീകരിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം മലയാള സിനിമ എനിക്ക് തോന്നുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ മലയാള സിനിമകൾ ഇറങ്ങുന്നതൊക്കെ ആളുകൾ കാണുകയാണെങ്കിൽ, തിയേറ്ററിൽ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പലപ്പോഴും തിയേറ്ററിൽ അത് വിജയമാകാതെ പോകുന്നു എന്നതാണ്. ഇപ്പൊ കാന്താരയ്ക്കോ അല്ലെങ്കിൽ KGF തന്നെ ഒരു വേൾഡ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഇതുവരെ കാണാത്തൊരു ലോകം, നമ്മളധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത മനുഷ്യൻ, അവരുടെ ബോഡി ലാംഗ്വേജിനും ഡയലോഗ് ഡെലിവറിക്കൊക്കെ ചില ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. ഓഫ് റോഡിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു USB ആയിട്ട് എന്താ സാർ വിചാരിക്കുന്നത്? ഓഫ് റോഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തോമച്ചോ, നമ്മൾ കണ്ടന്റ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് മോർ റിയൽ. അല്ലാതൊരു നമ്മൾ ബാക്കിയുള്ള കണ്ടന്റിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ടെക്നിക്കലി ഡ്രാമ ബട്ട് മോർ റിയൽ. നമ്മൾ സാധാരണ ഒരു വില്ലേജിൽ നടക്കുന്ന സംഭവം, അതിൻ്റെ ക്യാരക്ടേഴ്സെല്ലാം വളരെ റിയലായിട്ടാണ് അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ഒരു നമ്മൾ റെഗുലർ സിനിമ കണ്ടന്റിൻ്റെ കൂട്ടല്ല. ഇറ്റ് ഈസ് മോർ റിയലി ലൈക്ക് നെക്സ്റ്റ് ഡോറിലുള്ള ഒരാൾ, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു നെക്സ്റ്റ് ഡോർ നെയ്ബർ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അല്ലെ പെരുമാറുന്നത്, അതുപോലെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അല്ലാതെ ഔട്ട് ഓഫ് ദ വേൾഡ് എന്ന് ഞാൻ പറയത്തില്ല, ബട്ട് മോർ റിയലിസ്റ്റിക്. ഓക്കെ. ഒരു സാധാരണ പ്രേക്ഷകന് പോലും, ഒരു സാധാരണക്കാരന് അവൻ്റെ തൊട്ടടുത്ത് നടക്കുന്നൊരു ലൈഫ് അത് ഇതിൽ കാണാൻ പറ്റും, കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ടിപ്പിക്കൽ സിനിമ മെറ്റീരിയൽ അല്ലാതെ. ഈ കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ അല്ല എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഇപ്പോഴും പണ്ടത്തെ അങ്ങനത്തെ കൊമേഴ്ഷ്യൽ എൻ്റർടൈനറുകൾ, അതായത് സീൻ ബൈ സീൻ ആളുകളൊന്ന് ത്രിൽഡ് ആവുകയും അവർക്കൊരു ഡോപ്പമൈൻ ഹൈക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സിനിമകൾ കാണാൻ തന്നെയാണ് ബഹുഭൂരിപക്ഷത്തിനും വലിയ ഇഷ്ടം. അതിൻ്റെയൊക്കെ തെളിവാണ് ഇപ്പോൾ ചില സിനിമകളൊക്കെ റിലീസ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന വലിയ സ്വീകാര്യതയൊക്കെ. അപ്പം ഓഫ് റോഡ് അവിടെ എവിടെ നിൽക്കുന്നത്? ഓഫ് റോഡ് തീർച്ചയായിട്ടും ഒരു അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ 101 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. വളരെ ചെറിയ സിനിമയാണ് പക്ഷെ അതെന്ന് പറയുന്നത് വളരെ ആളുകളുടെ ലൈഫ് പറഞ്ഞു പോയൊരു സിനിമയാണ്. കണ്ടിട്ട് സിനിമ കണ്ടിറങ്ങുമ്പോൾ വന്ന് കരഞ്ഞിട്ട് സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ ഈ സിനിമ കണ്ടിറങ്ങുമ്പം ആരുടെയെങ്കിലും ഒക്കെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്തു എന്ന് ആളുകൾ, പ്രേക്ഷകർ, കാണുന്നവർ പറയുന്ന തരത്തിലുള്ളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും. ഇപ്പോൾ റിയലിസം അത് നമ്മൾ എവിടെയാണ് നിർത്തുക ഓഫ് റോഡിനെ സംബന്ധിച്ചിടത്തോളം? അതിനെ എത്രമാത്രം നമ്മൾ ഇപ്പോൾ റിയലിസം എന്ന് പറയുന്ന കാര്യത്തിന് നമുക്ക് എങ്ങനെയൊക്കെ സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റും, അതിനുള്ള അളവുകൾ അതെങ്ങനെയാണ് തീരുമാനിക്കുക? ഇപ്പം വേറൊരു പടത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, മാർക്കോയുടെ കണ്ടന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് റിയലി റിയലിസ്റ്റിക്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു കണ്ടന്റ് അല്ല. ഇറ്റ്സ് നോട്ട് സാധാരണ നോൺ മലയാളീസ്. ഇപ്പം ഞാൻ തന്നെ മദ്രാസിലാണ് ഉള്ളത്. അപ്പോൾ ഒരു തമിഴരുടെ പേഴ്സ്പെക്റ്റീവ് ഓഫ് മലയാളം സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ഇൻ്റലക്ച്വൽ കണ്ടൻറ്റാണ്. ദേ ആർ നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് അതർ ദെൻ നോൺ ഇൻ്റലക്ച്വൽ കണ്ടന്റ്. അപ്പോൾ അവർക്ക് തന്നെ മാർക്കോ ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ദിസ് ഇസ് നോട്ട് സംതിങ് വിച്ച് ദേ സീ ഡെയിലി, അല്ലേ? ആൻഡ് മാർക്കോയുടെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് ആക്ച്വലി ആ പടം ബ്ലോക്ക് ബസ്റ്റർ ആയത്. സേ അനദർ മൂവി ലൈക്ക് മഞ്ഞുമേൽ ബോയ്സ്, അതിനകത്തൊന്നുമില്ല, ഒരാൾ കുഴിയിൽ വീണു, പുള്ളിയെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ബട്ട് ഇറ്റ് വാസ് എ വെരി ഡിഫറെൻറ്റ് കണ്ടന്റ്. സാധാരണ നമ്മൾ കാണുന്ന ഒരു കണ്ടന്റ് അല്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയല്ലോ സൂക്ഷ്മദർശിനി. സാധാരണ നമ്മൾ നോർമലി കാണുന്ന കണ്ടന്റ് അല്ല. സോ എൻ്റെ അഭിപ്രായത്തിൽ ഓഡിയൻസിന് ഇന്ന് ആവശ്യമുള്ളത് വെറൈറ്റിയാണ്, ഡിഫറെൻറ്റ് കണ്ടൻറ്റാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ഹൗവർ റിച്ച് ദ കണ്ടന്റ് ഇസ്, കണ്ടന്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഇൽ ബി എ ഡെഫിനറ്റ് സക്സസ്. അതാണ് എൻ്റെ അഭിപ്രായം. ഇതിനിപ്പോൾ ഒരു വൺ ലൈനിലൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുക. ഇപ്പം ചില ഡയറക്ടേഴ്സൊക്കെ ഇതിന് ഒരു മൊത്തത്തിലുള്ള സമ്മറിയൊക്കെ ഒരു സെൻറ്റൻസിലൊക്കെ പറയുമല്ലോ. അങ്ങനെ പിച്ച് ചെയ്ത സമയത്ത് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ, നറേഷൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഏരിയ എന്തായിരുന്നു? അത് തന്നെയാണ് സൗഹൃദം എന്ന് പറയുന്നൊരു സൗഹൃദത്തിൽപ്പെട്ട ഒരു സുഹൃത്തുക്കളിൽ ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ള സുഹൃത്തുക്കൾ ചേർന്ന് അയാൾ തെറ്റുകാരനല്ല എന്ന് ഉറപ്പുള്ള അയാളുടെ സുഹൃത്തുക്കൾ ചേർന്ന് അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ നടത്തുന്ന ഒരു ഓഫ് റോഡ് യാത്രയാണ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ യെസ് ഒരു കാച്ചിക്കുറുക്കിയൊരു ഒരു സെൻറ്റൻസ് പറഞ്ഞ, ഒരു ടാഗ് ലൈൻ പറഞ്ഞാൽ അതാണ്. ഹൗ ഫ്രണ്ട്സ് സ്റ്റാൻഡ് അലോങ്, കറക്റ്റ് അല്ലേ, വിത്ത് സംബഡി ഹൂസ് പ്രോബബ്ലി മിസ്റ്റേക്കൺ.
ബട്ട് പുള്ളിയുടെ സൈഡിൽ തെറ്റില്ല, ബട്ട് 4 പേര് ചേർന്നിട്ട് പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണ് പുള്ളി ഇത് അതിൽ നിന്ന് പുറത്തെടുക്കുന്നത് എന്നുള്ളതിൻ്റെ. അത് ലോകം മുഴുവൻ എതിർത്ത് നിൽക്കുമ്പോഴും ലോകം മുഴുവൻ തെറ്റിദ്ധരിക്കുമ്പോഴും ഏറ്റവും അടുത്ത് നിൽക്കുന്ന സോ ക്ലോസ് ടു ദ ഹാർട്ട്സ് അങ്ങനെ ആൾക്കാർ അവർക്കറിയാം അയാൾ തെറ്റുകാരനല്ല എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സുഹൃത്തുക്കൾ ചേർന്നിട്ട് നടത്തുന്നത്. അപ്പോൾ നമ്മളൊരു മുമ്പേ പറഞ്ഞ കണക്ക് ഒരു പെട്ടെന്നൊരു വൺ ലൈനിൽ പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ചെറിയ പ്രായത്തിൽ ഇവരുടെ ഇടവകയിൽ ഒരു നാടകം കളിക്കുന്നുണ്ട്. ആ നാടകം സ്റ്റേജ് ചെയ്യാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്. ആ ക്യാരക്ടറും ഇവരും പിന്നീട് ഇതിലൊരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ റിയൽ ലൈഫിൽ ഇവർ സ്റ്റേജ് ചെയ്യുന്ന ഇയാളുടെ ഹെൽപ്പോടെ സ്റ്റേജ് ചെയ്യുന്നൊരു ഡ്രാമയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരൊറ്റ സെൻറ്റൻസിൽ പറഞ്ഞാൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിലെ ബാക്കിയുള്ള ടെക്നിക്കൽ ക്രൂ, അവരുടെ ഇൻവോൾവ്മെൻറ്റിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? നമ്മൾ DOP നമ്മൾ ചെന്നൈയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ആൾ ഓൾറെഡി തമിഴ് സിനിമകളും കന്നഡ സിനിമകളും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാളുടെ ഡെഫിനറ്റ്ലി അയാളൊരു DI ആർട്ടിസ്റ്റാണ്, കളറിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്നത് എഡിറ്റർ ജോൺകുട്ടിയാണ്. ഡെഫിനറ്റ്ലി ജോൺകുട്ടിയുടെ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ഷാലോം ടെലിവിഷനിൽ കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. എടുത്തു നോക്കിയാൽ കുറേ മേ ബി ഒരു എന്താ പറയുക ഒരു വളരെ ചുരുക്കം ചില ഒരാളെന്ന് വേണേൽ പറയാം. കുറേ അധികം ഡോക്യുമെൻ്ററികളും എന്താ പറയുക ആൽബംസും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആൾക്കും പരസ്യചിത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഡെഫിനറ്റ്ലി ആ ഒരു എക്സ്പീരിയൻസും സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി എല്ലാവരും ചെയ്യാത്തൊരു കാര്യം ആർട്ടിസ്റ്റുകൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. റിട്ടേൺ ആയിട്ടുള്ള ഡയലോഗുകൾ മാത്രമേ പറയാവൂ എന്ന് നിഷ്കർഷിക്കുന്ന ഡയറക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അതിനെ എങ്ങനെ ഭംഗിയാക്കാമോ അത് ഡിസ്കസ് ചെയ്തിട്ട് അതിനെ നമ്മുടെ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിക്കുന്നുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് വളരെ ഈസി ആയിരുന്നു കാര്യങ്ങൾ. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് വളരെ ഈസി ആയിരുന്നു. ഈസി എന്ന് മാത്രമല്ല, ഈവൻ ഫ്രെയിമിൽ വരെ അത് ഒരു അച്ഛനും ഒരു മകനും സംസാരിക്കണം. നമ്മൾ ഈ സിനിമ കൈൻഡ് ഓഫ് ടോക്ക് അല്ല അതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷാജി സാർ വന്നിട്ട് എന്നോട് കോൺസെപ്റ്റ് പറഞ്ഞു തന്നു, ഇതാണ് ടോപ്പിക്, യു ഹാൻഡിൽ ദ ലൈൻസ് എന്ന് പുള്ളി പറഞ്ഞു. പുള്ളി ആ ക്രിയേറ്റീവ് ഫ്രീഡം ഞങ്ങൾക്ക് 2 പേർക്കും തന്നു. ഞങ്ങൾ 2 പേരും പോയി ഒരു മരത്തിനടി ഇരുന്നിട്ട് പെട്ടെന്ന് റിഹേഴ്സ് ചെയ്തു. ബേസിക് സ്ക്രിപ്റ്റ് ഉണ്ട്, ബട്ട് അതിനെ എങ്ങനെയാണ് നമ്മൾ 100 ചോദിക്കുമ്പോൾ 110 കൊടുക്കണമെന്നാണ്. അതെ, നമ്മളുടെ ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നൊരു സ്വാതന്ത്ര്യം പുള്ളി കൊടുത്താൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ബീയിങ് ആൻ ആർട്ടിസ്റ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 പേരും പെട്ടെന്ന് റിഹേഴ്സ് ചെയ്തു, ഡെലിവറി ചെയ്തു. ഇറ്റ് വാസ് മോർ നാച്ചുറൽ റാദർ ദാൻ മോർ സിനിമാറ്റിക്. ആൻഡ് അധികം ടേക്ക് പോകാതെ എനിക്കൊന്ന് വെരി ഫസ്റ്റ് ടേക്ക് വാസ് ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. ക്യാപ്റ്റൻ ഹാപ്പി ആണെന്ന് നമുക്ക് വിശ്വസിക്കാം. അതെ അതെ. മാർക്കോ എന്നുള്ള സിനിമ അജിത് കൗശിക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു ലേബൽ ഉണ്ടല്ലോ. അതായത് ഓൾറെഡി ഈ ഫേസ് ഫെമിലിയർ ആണെങ്കിലും ഈ പേര് എന്താണ്, അല്ലെങ്കിൽ ഇയാൾ എല്ലാ ഭാഷയിലുള്ള സിനിമകളിലും കാണുന്നുണ്ട്, പക്ഷെ ഇദ്ദേഹം ആരാണ് എന്നുള്ള ഒരു അന്വേഷണത്തിന് നമുക്ക് തുടക്കം തരുന്ന പോലത്തെ ഒരു സിനിമയായിരുന്നു അത്. ലേബലിന് കരിയറിലെ ഏത് അവസ്ഥയിലാണ് പ്ലേസ് ചെയ്യുന്നത് അജിത് കൗശിക് എന്നുള്ള ആക്ടർ? അതായത് സ്പെസിഫിക്കലി മാർക്കോനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതിൻ്റെ കൂട്ട് കൂടുതലും പടങ്ങളിൽ പോലീസ് ഓഫീസേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത്. സോ മോ ലൈക്ക് ടേക്കിംഗ് കെയർ ഓഫ് ദ ലോ. ഇത് നേരെ ഓപ്പോസിറ്റ് ഓഫ് ദ ലോ ആയിരുന്നു. സോ ഫോർ എക്സാമ്പിൾ അതിനകത്തൊരു സീൻ ഉണ്ടായിരുന്നു, വേറെ ഞാനൊരു പോലീസുകാരനെ കൊല്ലുവാണ്. സോ ടോട്ടലി കോൺട്രാസ്റ്റ് വാട്ട് ഐ ഡിഡ്. അപ്പോൾ ഒരു കാട്ടിൽ മെമ്പറിലൊരു ഗ്യാങ് ആയിട്ട് ഇതാണ് എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തിരിക്കുന്ന റോൾ. സോ ഇറ്റ് വാസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. പൊതുവേ ആൾക്കാർ എന്നെ കാണുന്നത് ലോയുടെ സൈഡിലാണ്, ഇത് നേരെ ലോയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അതെ, കൂടുതലും IPS ഓഫീസർ അല്ലെങ്കിൽ CBI ഓഫീസർ, മോർ ഓഫീസർ കാറ്റഗറിയാണ്. ഇത് ടോട്ടലി കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഒരു അജിത് കോശി എന്ന് പറയുന്ന ആക്ടറിൻ്റെ ടാലൻറ്റ് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു റോളായിരുന്നു മാർക്കോ. മീൻസ് ഒരു നെഗറ്റീവ് റോളായിരുന്നു. സോ കൂടുതൽ ലൈൻസ് ഒന്നും ഇല്ലായിരുന്നു, വളരെ ചുരുങ്ങിയ ലൈൻസുകളായിരുന്നു. കൂടുതലും ബോഡി ലാംഗ്വേജ്, കോസ്റ്റ്യൂംസ് ഒക്കെ വെച്ചിട്ടാണ് ആ ക്യാരക്ടർ ഞാൻ പെർഫോം ചെയ്തത്. റീസണബിൾ സക്സസ് എൻ്റെ സൈഡിൽ. പടം പിന്നെ ബ്ലോക്ക് ബസ്റ്ററാണ്.
സംശയമില്ല. 100 crores പ്ലസ് ഓൾറെഡി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ആൾക്കാരിപ്പോൾ പുറത്ത് വെച്ച് കാണുമ്പം വന്ന് നോക്കും ചെവിയൊക്കെ ഉണ്ടോ. വൈറ്റിൽ വെച്ച് കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴത്തേക്കല്ലേ ഒരു ഓട്ടോ ഡ്രൈവർ വന്ന് ചോദിച്ചു, ചേട്ടാ ചെവിയൊക്കെ ഉണ്ടോ എന്ന് തിരിച്ച് കിട്ടിയോ വരെ ചോദിച്ചു. ആ സീനിൻ്റെ ഒരു കോമ്പോസിഷൻ ഒന്ന് പറയാൻ പറ്റും? ഒരു രസം തോന്നി അതിന്റെ ടീസറിലും അതുപോലെ സിനിമയിൽ അതെങ്ങനെയാ ചെയ്തെടുത്തിട്ടുണ്ട്? വളരെ റിയലിസ്റ്റിക് ആണ് എന്ന ആ ഒരു ഗോളി ഉണ്ട് താനും. അതിന്റെ ഒരു സീൻ പ്ലേസ്മെന്റ് മൊത്തത്തിൽ എക്സിക്യൂഷൻ എന്ന് പറയുമോ? അത് മാർക്കോ എന്നുള്ള ക്യാരക്ടറിനെ എക്സ്ട്രീംലി വയലൻസിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ടോപ്പ് ലെവലിൽ കൊണ്ടുപോയ ഒരു സീനാണ്. പുള്ളിയുടെ കൈയും കെട്ടിയിട്ട് പുള്ളിയെ ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇൻഫാക്ട് ഞാനാണ് ആ വില്ലനോട് പറയുന്നത് ഫിനിഷും എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളി ആ സമയത്ത് കാണിക്കുന്ന സ്റ്റണ്ട് വെച്ച് അവിടുന്ന് എസ്കേപ്പ് ആയിട്ട് ആദ്യം കിട്ടിയത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ചെവി കടിച്ച് പറിച്ച് കളഞ്ഞു. എന്നിട്ട് ഈ ജഹാംഗീർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ കളിച്ചത്. അപ്പം പുള്ളി അവിടെ നിന്ന് ഇറങ്ങി ഓടി. അപ്പോൾ ബാക്കിയുള്ളവരെ എല്ലാവരും പുള്ളി തീർത്തിട്ടാണ് പോകുന്നത്. അപ്പം ഇത് പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ പുള്ളിയുടെ ആങ്കറിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവൽ പുള്ളി റീച്ച് ചെയ്തു. ഭയങ്കര ദേഷ്യം എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ദേഷ്യമായിട്ടാണ് അവിടെ ആ സീൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ളവരെ എല്ലാവരെയും ക്ലോസ് ചെയ്തു. പുള്ളി ഒരു വണ്ടിക്കകത്ത് കയറിയിട്ട് വീണ്ടും ഇറങ്ങി വന്ന് ആ മറ്റേ ആക്സബ്ലേറ്റും കൊണ്ട് എല്ലാവരെയും ക്ലോസ് ചെയ്തിട്ടാണ് പുള്ളി തിരിച്ചു പോകുന്നത്. അത്ര ദേഷ്യമായിരുന്നു. പക്ഷെ ആ സീൻ ആക്ച്വലി വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറേ കട്ട്സ്, കലൈ കിങ്സ്റ്റൺ ആയിരുന്നു അതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ. വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് നല്ല ലൊക്കേഷനുമാണ്, മൂന്നാറിലായിരുന്നു. ഇപ്പം ഹനീഫ് ഇപ്പോൾ ആ സീനിനെ പറ്റി സ്പെസിഫിക് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ? പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഹീറോയുടെ ദേഷ്യമാണ് നിങ്ങളുടെ മുകളിൽ. സോ അതിൻ്റെ ഒരു വിക്റ്റിമാണ്. യു ആർ വൺ ഓഫ് ദ വിക്റ്റിംസ്. അപ്പോൾ ഇതിനകത്ത് ഈ പർട്ടിക്കുലർ സീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെവി കടിച്ച് പറിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഈ ക്യാരക്ടർ ഓടുവാണ്. ബിക്കോസ് ഈ ക്യാരക്ടറിന് അറിയാം അടുത്തതിന് ജീവൻ പോകുന്നതിന് മുന്നേ വെറും ചെവി പോയുള്ളല്ലോ എന്ന് വെച്ചിട്ട് ഓടുവാണ്. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം ഈ ക്യാരക്ടർ വീണ്ടും ഒരു ചെവിയില്ലാതാണ് വരുന്നത്. അപ്പം ആ ഒരു പെയിൻ കാണിക്കണമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഹീറോയെ ഒത്തിരി ഞങ്ങൾ ടോർച്ചർ ചെയ്തു. പുള്ളി ആക്ച്വലി പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇരിക്കുന്നത്. എങ്ങനെ പുള്ളി അത് തിരിച്ചെടുത്ത് പെയിൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ തുടക്കമാണ് ഈ ചെവി മുറിക്കുന്ന സീൻ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടിനി റോ കില്ലിംഗ് ആയിരുന്നു, എക്സ്ട്രീം വയലൻസ്. എത്രമാത്രം മേക്കപ്പ് ഇൻവോൾവ് ആയിട്ടുണ്ട് ചെവിക്ക് വേണ്ടിയിട്ട്? ചെവി മാത്രം ഉള്ളൊരു പ്രോസ്തറ്റിക് സംഭവമായിരുന്നു. പിന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ആർട്ടിഫിഷ്യൽ ബ്ലഡും അത് ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ചെവി ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ കടിച്ചു പറിക്കുന്നതായിട്ടാണ് സീന്. അപ്പോൾ പുള്ളിയുടെ വായി ഇരിക്കുന്നത് മറ്റേ പ്രോസ്തറ്റിക് ചെവിയാണ്. പിന്നെ ഞാൻ കൈ വെച്ച് മറച്ചല്ലോ, പിന്നെ ഇവിടെ എല്ലാം ചോരയാണ്. സോ എല്ലാം പെട്ടെന്ന് നമ്മൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒന്നും അറിയത്തില്ല. സീൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. ഞാൻ ഓടുവല്ലേ, കാട്ടിലേക്ക് ഓടുവാണ്. ഒരു പ്രത്യേക ടൈമിംഗും വേണമല്ലോ അല്ലേ? അത് വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഇപ്പോൾ ജനഗണമനയിൽ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വൺസ് നമ്മൾ പോലീസ് ഓഫീസറായിട്ട് ഒരു വട്ടം പ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു സീസൺ ഉണ്ടാവുമല്ലോ, ഒരു കാക്കി സീസൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ തുടർച്ചകളായിട്ട് ഇപ്പോൾ മറ്റു സിനിമകളിൽ അത് വരുന്നുണ്ടോ? ഉറപ്പായിട്ടും തീർന്നിട്ടില്ല, ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോൾ ഏക്കയുടെ കാര്യം പറയണക്ക് ഇനിയും പുതിയ സാധനങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അത് ഓഫ് റോഡിലാണ് അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യുന്നത്. ഓഫ് റോഡിന് മുമ്പ് ചാപ്പകുത്ത് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അതിലത് ബ്രേക്ക് ചെയ്തെങ്കിൽ പോലും അതൊരു വലിയ ക്യാരക്ടറല്ല. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ജനഗണമനയാണ് ആക്ച്വലി തമിഴ് സിനിമയിലേക്കും തെലുങ്ക് സിനിമയിലേക്കും ഒക്കെ കൊണ്ടുപോയത്. തമിഴ് സിനിമയിൽ പാരഞ്ജിത്ത് പ്രൊഡക്ഷൻസിൽ ഒരു ക്യാരക്ടർ ചെയ്തു. താങ്ക്സ് ടു എ കെ ത്രൂ ആണ് ഞാനവിടെ പോകുന്നത്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒരു പോളിസിയുണ്ട്. സാധാരണ എനിക്ക് വന്നത് നമ്മൾ ഇൻഡസ്ട്രിയിൽ അധികം കാണാത്തൊരു കാര്യമാണ്. അത് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനെയാണ് എ കെ ഓഫ് റോഡിലേക്കും വരുന്നത്. നോക്കിയപ്പം കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറാണ്. ഭയങ്കര വലിയ ക്യാരക്ടർ അല്ലെങ്കിൽ പോലും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ എൻ്റെ ഫാദർ എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത്. അങ്ങനെയാണ് എക്കനെ വിളിക്കുന്നത്. എക്കെ ആക്ച്വലി ബിസിയാണ്. ആ സമയത്ത് എനിക്കൊന്ന് ഹിന്ദി സിനിമകളൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് 2 ദിവസം അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഒക്കെ സിനിമയിലേക്ക് വരുന്നത്, ഓഫ് റോഡിലേക്ക് വരുന്നത്. അതേ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യാൻ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ സ്റ്റീരിയോ ടൈപ്പിംഗ് വളരെ ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ് കാസ്റ്റിംഗ് എന്ന് പറയും. ഇപ്പോൾ ഒരാൾ നല്ല ഹൈറ്റും വെയ്റ്റും നല്ല ബോഡിയും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് നമ്മൾ ഏതൊരു ഒരു ഓഫീസർ റോൾ കൊടുക്കും. അതേ സമയത്ത് പുള്ളി ഇച്ചിരി നീളം കുറഞ്ഞിട്ടിരിക്കുവാണ്, കുറച്ച് ഡൾ ലുക്കാണെങ്കിൽ പുള്ളി കള്ളനാക്കും. അങ്ങനെ ഒരു വളരെ കൺവീനിയൻറ്റ് കാസ്റ്റിംഗ് ആണ്. അതെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം എന്നാണ് ഞാൻ എല്ലാ മേക്കേഴ്സിനോടും റിക്വസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു വില്ലൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റൈലിഷ് ഒന്നും ആവണമെന്നില്ല. നോർമൽ നെക്സ്റ്റ് ഡോർ നെയ്ബർ
വെരി ഓർഡിനറി ലുക്കിംഗ് പേഴ്സണും വില്ലനാകാം. പുള്ളിയെ കോട്ടും സൂട്ടും ഇട്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ ഡ്രിങ്കും കഴിച്ചുകൊണ്ട് ഒരു കപ്പിൾ ഓഫ് വിമൺ ഇൻ ബിക്കിനി ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, നോട്ട് നെസസറി. അപ്പം അത് ബ്രേക്ക് ചെയ്യാനാണ് ഞങ്ങൾ നോക്കുന്നത് ആസ് ആക്ടേഴ്സ് അല്ലേ. തീർച്ചയായിട്ടും കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഇപ്പോൾ 10 സിനിമ, ഇപ്പം എനിക്കൊന്ന് ഓൾമോസ്റ്റ് 6 or 7 സിനിമകൾ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് ലുക്കും ഡിഫറെൻറ്റ് മാനറിസംസും കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം 100 ക്യാരക്ടറുകൾ പോലീസ് ക്യാരക്ടർ കിട്ടിയാൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ AK എപ്പോഴും പറയും AK കുറച്ചുകൂടെ കോമഡിയാണ് AKയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. AK അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരി വരും. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയത് മിന്ത്രയുടെ. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര, അതിന് മുമ്പ് ഇറങ്ങി വേറെണ്ണം ഇതിനേക്കാളും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ AKയുടെ ഒരു സ്ട്രെങ്ത് അതാണ്. ഈ ഓഫ് റോഡിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടൊരു ക്യാരക്ടറാണ്, ബട്ട് സ്റ്റിൽ പോലീസ് അല്ല എന്നൊരു സംഗതി. അതിൽ നിന്ന് മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി ഡൈവേർട്ട് ചെയ്തൊരു സാധനം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ചെയ്യുന്ന സംഭവങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്കും പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആക്ച്വലി ഞാൻ ഡയറക്ടറോട് ചോദിച്ചു വാങ്ങിച്ച ക്യാരക്ടറാണ്. ഇതിലെ വിക്ടർ എന്ന് പറയുന്ന ഓഫ് റോഡിലെ ക്യാരക്ടർ ചോദിച്ചു വാങ്ങിച്ചാണ്. ബിക്കോസ് ഞാനാണ് ഇതിൻ്റെ പ്രൊജക്ട് ഡിസൈനർ. അപ്പോൾ ആദ്യം മുതൽ ഈ സ്ക്രിപ്റ്റ് ഡിസ്കഷൻസിലും കാര്യങ്ങളിലൊക്കെ ഇരിക്കുമ്പം ആ ഒരു ക്യാരക്ടറിന് ഒരു ഡെപ്ത് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കുമ്പോഴത്തേക്കും ഷായിച്ചേട്ടനോട് പറഞ്ഞു അതൊരു അധികം പ്രായമില്ലാത്ത, കാരണം എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് വലിയ പ്രായമില്ല. അപ്പോൾ അങ്ങനെ പ്രായമില്ലാത്തൊരു ക്യാരക്ടറാണ് ഡയറക്ടർ കണ്ടുവച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു പ്രായമുള്ള ഒരാളാണ്, കുറച്ചുകൂടെ പ്രായമുള്ള ആളാണെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പം ആലോചിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ക്യാരക്ടർ എനിക്ക് തരുന്നത്. അപ്പം ഞാൻ തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, പാരഞ്ജിത്തിൻ്റെ പ്രൊഡക്ഷൻസിലുള്ള സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം പെട്ടെന്ന് താടിയൊക്കെ ഉണ്ടാവണം, പക്ഷേ താടി കുറച്ച് ദിവസം കൊണ്ട് വളർന്ന താടി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, കുറച്ചുകൂടെ കൂടുതൽ താടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ പാരഞ്ജിത്ത് പ്രൊഡക്ഷൻസിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ താടി എടുക്കുന്നത്. ബിക്കോസ് അതൊരു CRPF DC ഡെപ്യൂട്ടി കമ്മീഷണർ ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഇതിൽ ആ ക്യാരക്ടറിനോട് 100% നീതി പുലർത്താൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇത് കണ്ടിട്ട് പ്രേക്ഷകരാണ് പറയേണ്ടത്. അത് മാത്രമല്ല, ഓഫ് റോഡിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഒരു കോംപ്രമൈസും ഇല്ലാതാണ് ഷാജി സാർ ഓരോ ഷോട്ടും എടുത്തിരിക്കുന്നത്. അത് കുറച്ച് സമയമായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇൻ കേസ് പുള്ളി ഹാപ്പി അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി ഹാപ്പി ആകുന്നിടം വരെ ഞങ്ങൾ ആസ് ആക്ടേഴ്സ് പെർഫോം ചെയ്ത് പുള്ളിയുടെ സാറ്റിസ്ഫാക്ഷൻ മീറ്റ് ചെയ്യുന്നതിന് വരെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യും. സോ അതുകൊണ്ട് ബേസിക്കലി നോ കോംപ്രമൈസ്. അവിടെ അങ്ങനെ നമ്മൾ സാധാരണ സിനിമ കാണുന്ന പോലുള്ള ബഹളങ്ങളോ ദേഷ്യപ്പെടോ, അപ്പം നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ അഷ്റഫ് ഗുരുക്കളായിരുന്നു. അഷ്റഫ് ഗുരുക്കളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ സെറ്റിൽ ക്യാമറമാനും ഡയറക്ടറും ഉണ്ടോ എന്ന് സംശയമാണെന്നാണ് പറയുന്നത്. രണ്ടുപേരും വളരെ സൈലൻ്റാണ്. ക്യാമറമാൻ സാധാരണ ഇതിൽ ക്യാമറമാൻ വഴക്കുണ്ടാവും, അവിടെ ലൈറ്റ് അവിടെ വെക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാവുമല്ലോ. ഇതൊന്നുമില്ല. പുള്ളി ചെന്നൈയിൽ നിന്ന് 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി നോക്ക് കൈ കാണിക്കുമ്പോൾ അറിയാം എന്താ ചെയ്യണമെന്ന് അവർക്ക്. ബിക്കോസ് കുറേ വർഷങ്ങളായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതവിടെ സെറ്റ് ചെയ്തിരിക്കും. ഷായിച്ചേട്ടനെ സംബന്ധിച്ച് ഷായിച്ചേട്ടൻ അതിനെക്കുറിച്ച് വറീഡേ അല്ല. ഭയങ്കര കാമൻ കൂൾ അങ്ങനത്തെ ഒരു സെറ്റായിരുന്നു ശരിക്കും. ലൊക്കേഷൻ അങ്ങനെയായിരുന്നു. ബഹളങ്ങളില്ല, അല്ലെങ്കിൽ ഒരു ഡയലോഗ് തെറ്റിയുണ്ടെങ്കിൽ അവിടെ കിടന്ന് ബഹളം, അങ്ങനത്തെ ഒരു പരിപാടിയില്ലായിരുന്നു. വളരെ കൂളായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും, എനിക്കൊന്ന് ആദ്യം കുറേ ടെൻഷൻസിൽ വന്ന ആൾക്കാർ പോലും വളരെ കൂളായിട്ട് വർക്ക് ചെയ്തിട്ട് പോയി. അത് മാത്രമല്ല, ഓരോ സീൻ കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ ശരിക്കും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, കറക്ഷൻ വേണോ. ഞാൻ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പുള്ളി അവിടെ ഇങ്ങനെ തംസപ്പ് കാണിക്കത്തേ ഉള്ളൂ. ഓക്കെ നെക്സ്റ്റ്. സോ അത്ര സൈലൻ്റ് ആയിരുന്നു. ഓഫ് റോഡ് അല്ലാതെ മറ്റേ സിനിമകളിലൊക്കെ ഭാഗമായിട്ടുണ്ട്. ഞാനോ? ഞാനിപ്പോൾ ലേറ്റസ്റ്റ് എമ്പുരാനിലൊരു ക്യാരക്ടർ, ചെറുതാണെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്തു. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിൻ്റെ പടം വരുന്നുണ്ട്. ലേറ്റസ്റ്റ് എൻ്റെ തെലുങ്ക് സിനിമയിലൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ, എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ക്യാരക്ടർ തെലുങ്ക് സിനിമയായിരുന്നു. അത് ഈ December 27 റിലീസ് ചെയ്തു. എന്താ സിനിമയുടെ പേര്? സിനിമയുടെ പേര് ലീഗലി വീർ എന്നായിരുന്നു. അതൊരു കോഡ് ഡ്രാമയാണ്. നമ്മുടെ ജനഗണമന ഒക്കെ കണ്ടിട്ടാണ് എന്നെ അതിൽ കാസ്റ്റ് ചെയ്യുന്നത്. അതിലും പോലീസ് ക്യാരക്ടറാണ്, ഒരു CAയുടെ ക്യാരക്ടറാണ്. പക്ഷേ ആസ് എ നോർമൽ പോലീസ് ഓഫീസർ, നെഗറ്റീവ് അല്ല പോസിറ്റീവ് അല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതും നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ അതിലൊരു മാധ്യമപ്രവർത്തകനായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് ഒരൊറ്റ സീനേ ഉള്ളൂ, പക്ഷേ ഇറ്റ്സ് എ ലെങ്തി സീൻ. ടുവേർഡ്സ് ദി എൻഡ് ഒരു ക്ലൈമാക്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സാധനമാണ്. ഇപ്പം നീലം പ്രൊഡക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്തിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പാരഞ്ജിത്തിനെ കാണാനോ അദ്ദേഹമായിട്ട് ഇൻട്രാക്ഷനോ ഒക്കെ ആൾ ലൊക്കേഷനിൽ വന്നിട്ടേ ഇല്ല. ആളുടെ അസോസിയേറ്റ് ആയിരുന്ന അദിയൻ അതിരി എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി പാരഞ്ജിത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വലിയ
ബഞ്ച് ഓഫ് പീപ്പിൾ ഉണ്ട്. അവരെല്ലാവരും ഓരോരുത്തരും ഓരോ പ്രോജക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ പുള്ളിയുടെ ബ്ലെസ്സിങ്സിലാണ് എല്ലാവരും ചെയ്യുന്നത്, പുള്ളിയുടെ ഗൈഡൻസിലാണ് എല്ലാം ചെയ്യുന്നത്. ആ പടം വൺസ് റെഡി ആയി കഴിഞ്ഞാൽ പുള്ളി കാണും, കണ്ടിട്ട് പുള്ളിയുടെ അഭിപ്രായം പറയും. ഇൻ കേസ് എന്തെങ്കിലും ഒരു പാച്ച് വർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യും. അങ്ങനെയാണത്. നമുക്കിവിടെ 2 തവണ ക്ലൈമാക്സ് റീഷൂട്ട് ചെയ്തു. അത് ബിക്കോസ് പാരഞ്ജിത്ത് കണ്ടു, അതിൽ ആ കറക്ഷൻ പോരാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും 2ാമത് ചെയ്യുകയാണ്. ഓരോ തവണയും മാർക്സ് കിട്ടും നമുക്ക്. ഇത് അടിച്ച് വീണതാണ്, കല്ലിലടിച്ച് വീണ് കീറിയതാണിത്, തല പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൈറ്റ്സ് എന്ന് പറയുന്നത് കലകരശൻ അടിച്ച് താഴെ വീഴിച്ചിട്ട് തല പൊട്ടിയതാണ്, കല്ലേ പോയാൽ വീഴുന്നത്. പാതിരാത്രി കാടിന് അടുക്കാണ് ഷൂട്ട്, ഡ്യൂപ്പില്ല. അപ്പം നമ്മൾ ആർട്ടിസ്റ്റാണ്, നമുക്ക് ഫൈറ്റേഴ്സ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വീഴുമ്പോൾ നമ്മളിങ്ങനെ വീഴണമെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ അടി കിട്ടും, കൃത്യമായിട്ട് അങ്ങ് വീഴുവാണ്. വീണ് അത് തങ്കലാൻ്റെ ഫൈറ്റ് മാസ്റ്ററാണ് ഫൈറ്റ് ചെയ്തത്. പക്ഷേ അവിടെ നമുക്ക് സേഫ്റ്റിയും കാര്യങ്ങളൊന്നും പലപ്പോഴും നമുക്കത് നടക്കത്തില്ല, പെടന്ന് എടുത്ത് പോകുന്നതുകൊണ്ട്. അജിത് കോശിയുടെ അപ്കമിങ് പ്രോജക്ട്സ് ഏതൊക്കെയായിരിക്കും? ഞാനിപ്പോൾ ഒരു 2 വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, 2ഉം തമിഴാണ്. ഒന്ന് നമ്മുടെ രേവതി ചേച്ചി ഡയറക്റ്റ് ചെയ്ത ട്രയൽ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ്, ഹിന്ദിയിൽ കാജൾ ലീഡായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തമിഴ് പ്രിയമണിയാണ് അതിൻ്റെ ലീഡ്, അതിനകത്ത് തന്നെ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത് കുട്രം പുരിന്തവൻ എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ്, അത് നമ്മുടെ പിന്നെ പശുപതി സാർ എന്ന് പറഞ്ഞ പണ്ടത്തെ ഒരു ആക്ടറാണ്, 10-30 വർഷം എക്സ്പീരിയൻസ് പുള്ളിയാണ് അത് ലീഡ് ചെയ്യുന്നത്. ഇത് 2ഉം വെബ് സീരീസാണ്, സോണി ലിവും ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ടാണ്. ഇത് 2ഉം എൻ്റെ പോർഷൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എല്ലാം ഇനി ഒരു 2-3 മാസങ്ങളിൽ പുറത്ത് വരണം. മലയാളത്തിൽ ഇപ്പോൾ 2 തിയേറ്ററിലുണ്ട്, പുണ്യാളനും ഉണ്ട്, മാർക്കോയും ഉണ്ട്. ഐസ് വെബ് സീരീസ് പറഞ്ഞില്ല. ഐസ് വെബ് സീരീസ്, ഐസ് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ട്. മനു അശോകൻ എന്ന് പറഞ്ഞൊരു ഉയരയുടെ സംവിധാനം. ഞങ്ങൾ 2 ഉണ്ട്, പക്ഷെ ഞങ്ങൾ 2 കോമ്പിനേഷൻസ് ഇല്ല. തോമച്ചനോട് കോമ്പിനേഷൻ കിട്ടാൻ ഞാൻ കുറെ നാളുകൾ നോക്കുന്നുണ്ട്. ഓഫ് റോഡിൽ നടന്നിട്ടുള്ളൂ. ആക്ച്വലി ഏക്കേടത് കുറച്ച് ലെങ്തി ക്യാരക്ടറാണ്, 2 സീൻസ് ഒക്കെ പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് എൻ്റെത്. ഇപ്പോൾ ഓഫ് റോഡ് പോലൊരു സിനിമയുടെ ഒരു സ്പേസ് വരുന്നു, അപ്പുറത്തെ OTT സ്പേസും ഉണ്ട്. സോ ഇതിൻ്റെ 2ൻ്റെയും ഒരു ജഗ്ലിങ്, ഇതിൻ്റെ 2ൻ്റെയും മനസ്സിലാക്കുന്ന വിധം അതെങ്ങനെയാണ്? നമ്മുടെ നമ്മൾ തമ്മിലുള്ള സംസാരത്തിലുള്ളൊരു സാധനം ഉണ്ടല്ലോ, എന്താണ് OTT സിനിമ, എന്താണ് തിയേറ്റർ സിനിമ, എങ്ങനെ ജഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ജഗിൾ ചെയ്യുന്ന പേഴ്സണലി അതിന് ഇത് രണ്ടായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റ് എങ്ങനെയാണ്? ഇപ്പം ഒരു ആർട്ടിസ്റ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ OTT ആണെങ്കിലും ഫീച്ചർ ഫിലിം ആണെങ്കിലും ഫോർ ദറ്റ് മാറ്റർ ഈവൻ ഷോർട്ട് ഫിലിം ആണെങ്കിലും ഇറ്റ് റിയലി ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. ഇപ്പം രാവിലെ വന്നു നമ്മൾ വൈകുന്നേരം വരെ വി ആർ എൻ ആക്ടർ. അതിന് ചെറിയ ബഡ്ജറ്റ് പടങ്ങളുമുണ്ട്, വലിയ ബഡ്ജറ്റ് പടങ്ങളുമുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ക്യാരക്ടറാണ് നമ്മുടെ അടുത്ത് കൊടുക്കുന്നതെന്നുള്ളത് നമ്മൾ ആ ക്യാരക്ടറിനകത്തോട്ട് ഇൻവോൾവായി നമ്മൾ ആ കോൾ ഷീറ്റ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നു. സോ ഫോർ മീ പേഴ്സണലി വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പം ഞാനൊരു അപ്പൻ്റെ റോള് ചെയ്യുന്നു, നാളെ പോയി ഒരു പോലീസുകാരൻ്റെ റോൾ ചെയ്യുന്നു, മറ്റന്നാളൊരു കള്ളൻ്റെ റോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഐ എം ജസ്റ്റ് ഡൈവിങ് ഇൻ ടു ദറ്റ് ക്യാരക്ടർ, ബിക്കമിങ് ദ ക്യാരക്ടർ ആൻഡ് പെർഫോമിങ്. അത്രയുള്ളൂ, അതിന് വലിയ ചാലഞ്ചസ് ഒന്നുമില്ല. ഇപ്പം എന്നാലും ഓഫ് റോഡ് എന്നുള്ളൊരു തിയേറ്റർ സിനിമ സംഭവിക്കുന്നു, അപ്പുറത്തെ OTT-യിലൊരു വെബ് സീരീസ് സംഭവിക്കുന്നു. ഇപ്പോൾ വെബ് സീരീസ് കാണുന്ന ഒരു ക്രൗഡ് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഏജ് കാറ്റഗറിക്കൊക്കെയും എന്തൊക്കെ പറഞ്ഞാൽ കയ്യിലൊരു ഫോണും അല്ലെങ്കിൽ അത്രയും ടെക്സ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് അവിടേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിനത്രയും എന്താ പറയുക സംസാരം ഉണ്ടായി അങ്ങനെ ഒരു ബൂം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സ്ക്വിഡ് ഗെയിമോ ഇപ്പോൾ ലാക്കാസ ഡി പേപ്പലൊക്കെ പോലെ ഒരു പേരോ ഒക്കെ ഉണ്ടാകും, സൈക്കഡ് ഗെയിംസ് ഒക്കെ പോലെ വരുമ്പോഴാണല്ലോ. അപ്പോൾ ഇതിനെ നിങ്ങളുടെ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ഇതിന്നൊക്കെ വ്യത്യാസങ്ങൾ വരുമോ? ഡിപ്പെൻഡ്സ് ഓൺ ദി ഓഡിയൻസ് ഒബിയസ്ലി. അത് ഞാൻ ആൻസർ ചെയ്യാം. അതായത് നമ്മളിപ്പം OTT-യുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 8 എപ്പിസോഡ് സേ 40 minutes ഈച്ച്, സോ വി ലുക്കിംഗ് അറ്റ് 320 minutes. അപ്പം നമ്മൾ ഒരു എപ്പിസോഡ് കണ്ട് ഇഫ് യു ഹുക്ക്ഡ് ഓൺ ടു ഇറ്റ്, നമ്മൾ ഉറപ്പായിട്ട് ആ ബാക്കിയുള്ള 7 എപ്പിസോഡ് നമ്മൾ കാണും. സോ ഫസ്റ്റ് എപ്പിസോഡ് ആൻഡ് ദ സെക്കൻഡ് എപ്പിസോഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഡയറക്ടറിൻ്റെ മേക്കിംഗ് ഗ്രിപ്പിംഗ് ആയിരിക്കണം, ലാഗ് വരരുത്, യു ഹാവ് ടു ബി എൻഗേജ്ഡ്. ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള 3.5 കോടി പോപ്പുലേഷനിൽ 2.5 കോടി ആൾക്കാരുടെ അടുത്ത് സ്മാർട്ട് ഫോൺ ഉണ്ട്. എവ്രിബഡി ഈസ് ഗോട്ട് ആക്സസ്. പിന്നെ ഇതിന് നേരവും കാലമൊന്നുമില്ല. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ആ എപ്പിസോഡ് കാണും. യു ക്യാൻ ജസ്റ്റ് പോസ് ഇറ്റ് ആൻഡ് വാച്ച് ഇറ്റ് ലേറ്റർ ഇഫ് യു വാച്ച് ഇറ്റ് ലേറ്റർ. പിന്നെ നമ്മൾ നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 പേരുടെ അടുത്ത് പറയും, 10 പേര് 100 പേരടുത്ത് പറയും. സോ OTT കണ്ടൻറ്റ് അഡ്വാൻറ്റേജസ് അതൊക്കെയാണ്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് 2 എപ്പിസോഡ് എൻഗേജിങ് ആക്കിയില്ലെന്ന് വെച്ചു, ബാക്കിയുള്ള 6 എപ്പിസോഡ് ആരും കാണത്തില്ല, അൺഫോർച്ചുനേറ്റ്ലി. സോ ഇറ്റ്സ് എ വെരി ചാലഞ്ചിങ് തിങ്. സോ ദാറ്റ്സ് വൈ ദ ഡയറക്ടർ ഹാസ് ടു ബി റിയലി ഫോക്കസ്ഡ് ആൻഡ് ആ കണ്ടൻറ്റ് എൻഗേജിങ് ആയിട്ടും ലാഗ് ഇല്ലാതെയും
ഒരു ഓഡിയൻസിനെ കംപ്ലീറ്റ്ലി എൻഗേജ് ചെയ്ത് വെക്കണം ആ 40 മിനിറ്റ്സും. ബിക്കോസ് ഇന്ന് ആൾക്കാരുടെ കോൺസെൻട്രേഷൻ ടൈം വളരെ കുറവാണ്. യു ക്യാൻ ഈസിലി ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. ഇപ്പം നമുക്ക് ആരെങ്കിലും ഒരാൾ വീഡിയോ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കുന്നതിൻ്റെ ഡ്യൂറേഷനാണ് 4 മിനിറ്റോ. 4 മിനിറ്റ് ഞാനെങ്ങനെ കാണുന്നത്. ബട്ട് ഫസ്റ്റ് മിനിറ്റ് നിങ്ങൾ പുള്ളിയെ എൻഗേജ് ചെയ്താൽ ബാക്കിയുള്ള 3 മിനിറ്റ് പുള്ളി കാണും. ഓക്കെ. സോ അതാണ് OTTയുടെ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. വിസിബിലിറ്റി കൂടുതലുണ്ട്. സോ ഷെയറിങ് അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് കൂടുതലാണ്. ഞാൻ 5-ാം വേദം എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്തായിരുന്നു Z5. 500 മില്യൺ മിനിറ്റ്സ് ആണ് അതിൻ്റെ വ്യൂവർഷിപ്പ് അവരുടെ റെക്കോർഡിലുള്ളത്. 500 മില്യൺ മിനിറ്റ്സ്. അതൊരിക്കലും തിയേറ്ററിൽ നടക്കത്തില്ല. ആണ് എൻ്റെ ആൻസർ. നമുക്ക് ഓഫ് റോഡിനെ സംബന്ധിച്ച് ഓഫ് റോഡ് ഇറ്റ്സ് എ മ്യൂസിക്കൽ ജേർണി, ഇറ്റ്സ് എ ത്രില്ലിങ് സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കാണുക എന്ന് പറയുന്നതാണ് നമുക്കൊരു OTTയിൽ കാണുന്നതിനേക്കാളും അത് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ഇൻ തിയേറ്റർ. അപ്പോൾ തിയേറ്റർ വാച്ച് ആണ് ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ്. ഈ ഫ്രണ്ട്ഷിപ്പ് അതിൻ്റെ ഒരു വാംത്ത് അതിനപ്പുറത്തേക്ക് പ്രേക്ഷകന് തിയേറ്ററിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കൊണ്ടുപോകാൻ ഓഫ് റോഡ് എന്താ ഓഫർ ചെയ്യുക? ഇത് തന്നെയാണ് തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്ന സംഗതികളുണ്ടല്ലോ. അതായത് ഒരാളെ ഈസിലി നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഒരു മനുഷ്യനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അയാളുടെ ഒരു ക്യാരക്ടറിനെ നമുക്ക് ക്യാരക്ടർ അസാസിനേഷനോ അല്ലെങ്കിൽ ടാർണിഷിങ് ഹിസ് എൻ്റയർ ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു സംഗതി ഉണ്ട്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഒരു കുഴപ്പവും ഇല്ലാത്ത, അതായത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളെ ഏതെങ്കിലും സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ അയാളുടെ പേര് ചീത്തയാക്കുക. മേ ബി ഈ ചീത്തയാക്കുന്ന ആൾക്ക് ഏതെങ്കിലും ഒരു ക്രൈമിൽ നിന്നോ എന്തെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം അയാൾ അത് ഈ പറയുന്ന ഒരു വ്യക്തി പർട്ടിക്കുലർ A എന്ന് പറയുന്ന അല്ലെങ്കിൽ B എന്ന് പറയുന്നൊരു വ്യക്തി അയാൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ജീവിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അയാൾക്ക് ഹി കാൺട്ട് കോംപ്രമൈസ് വിത്ത് എനി, അയാളുടെ ചുറ്റും നടക്കുന്ന തോന്നിവാസങ്ങൾക്കൊരിക്കലും അയാൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് അയാൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അയാളുടെ സ്വഭാവത്തെ മോശമായിട്ട് ചിത്രീകരിച്ചേക്കാം. അയാളെ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുത്തിയേക്കാം പർപ്പസ്ലി. ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളത് റിയൽ ലൈഫിൽ ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പറയുന്നത്. പ്രേക്ഷകന് തീർച്ചയായിട്ടും ഇതൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കുറേ സീക്വൻസസ് ഇതിനകത്തുണ്ട്. റിലേറ്റബിൾ ആയിട്ടുള്ള റിയൽ കണ്ടന്റ് ആയിരിക്കും ഓഫ് റോഡ്. അതെ, എല്ലാവരുടെ ലൈഫിലും ഇപ്പം നിങ്ങൾ ഒരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സിൽ എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു ടൈമിൽ യു ക്യാൻ ബി മിസ്റ്റേക്കഡ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ തെറ്റ് ചെയ്ത് കാണത്തില്ലായിരിക്കാം. ബട്ട് നിങ്ങളുടെ ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് വിചാരിക്കുന്നുണ്ടാവും ഇവനാണ് ഇതിനകത്ത് വില്ലെന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും ആ പേഴ്സ്പെക്റ്റീവ് ആകണമെന്നില്ല. ചിലപ്പോൾ ആ 4 പേരിൽ ഒരാൾ മൈറ്റ് ബി സ്റ്റാൻഡിങ് അലോങ് വിത്ത് യു ആൻഡ് ദെൻ ഹൗ ഹി മേക്സ് യു ഇന്നസെൻറ്റ്. നിങ്ങൾ റിയലി ഇന്നസെൻ്റ് ആണെന്നുള്ളത് ആ ഫ്രണ്ട്ഷിപ്പ് വഴി എങ്ങനെയാണത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ കണ്ടന്റ്. തീർച്ചയായും പ്രേക്ഷകർ ഈ സിനിമ കാണട്ടെ. തെറ്റിദ്ധാരണകൾ മാറുന്നിടത്ത് തിരിച്ചറിവുകൾ ഉണ്ടാവുന്നതാണ് ഓഫ് റോഡിൻ്റെ ഒരു തീമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ കണ്ടന്റിൻ്റെ വലിപ്പച്ചെറുപ്പങ്ങളില്ലാത്ത സിനിമ നല്ല സിനിമയാവുക എന്നുള്ള തിരിച്ചറിവിലേക്ക് പ്രേക്ഷകർ എത്തട്ടെ. ഓഫ് റോഡ് ആ വിധത്തിൽ സ്വീകരിക്കപ്പെടട്ടെ. രണ്ടുപേരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.